എനിക്കറിയാം താങ്കളുടെ ഒരുപാട് പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് വലിയ സന്തോഷം. PC സോമനല്ലേ ഞങ്ങൾ പ്രേമചേട്ടന് ചുറ്റും ആൾക്കാരിരിക്കുകയല്ലേ. PC സോമനല്ലേ എന്ന് ചോദിച്ചു. പ്രേമചേട്ടൻ പറഞ്ഞ് സാറേ ആ ബില്ല് കറക്റ്റായിട്ട് പേരൊക്കെ നോക്കി എഴുതിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, റീഇംബേഴ്സ്മെൻറ്റ് കിട്ടൂല. കൊല്ലം തുളസി സാറ് പറഞ്ഞു എൻ്റെ പൊന്ന് പ്രേമ, കൊല്ലം തുളസി അറിയാത്ത ഏതെങ്കിലും ഒരു മലയാളി കേരളത്തിൽ കാണും. ഈ തുളസി സാറ് മുണ്ടെടുക്കാനായിട്ട് പ്രേമ ഈ മരുന്നൊന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുത്തു. പ്രേമ കൊച്ചുറായ ചേട്ടാ ഈ മരുന്ന് എടുത്ത് എൻ്റെ മുകളിലിരിക്കുന്ന ബില്ല് നോക്കിയപ്പോൾ പേഷ്യൻറ്റിൻ്റെ പേരിൻ്റെ അവിടെ TG രവി എന്ന്. പേർഷ്യക്കാരിൽ എന്തോ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. പേർഷ്യക്കാരിൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പേർഷ്യക്കാരിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തത് കൊച്ചുപ്രേമൻ ചേട്ടനാണ്. കൊച്ചുപ്രേമൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിനിമാകാരൻ എന്നുള്ളൊരു ബന്ധമല്ല ഞാനും കൊച്ചുപ്രേമൻ ചേട്ടനായിട്ട്. വളരെ അടുത്തുള്ള ഒരു അനിയനെ പോലെ കണ്ട് ഞങ്ങൾ. അപ്പോൾ കൊച്ചുപ്രേമൻ ചേട്ടന് ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ ഇന്ദ്രൻ സേനൊക്കെ ഉള്ളൊരു ഹൈപ്പുണ്ടല്ലോ, അതുപോലെയായിരുന്നു ഒരു സമയത്ത്. ജയരാജ് സാറിൻ്റെ തിളക്കം, പിന്നെ രാജസേന സാറിൻ്റെ പടങ്ങളിൽ സ്ഥിരം. അന്ന് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, അങ്ങനെ ഒരു ശബ്ദത്തോടു കൂടി സിനിമയിൽ കയറി വന്ന ആളാണ്. അതെ കുഞ്ഞിനോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ജനങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അത്രയും ഹൈറ്റേ ഉള്ളൂ, കാണാനൊരു പ്രത്യേക രൂപം, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ്. പക്ഷേ ജനഹൃദയങ്ങളിലോട്ട് അദ്ദേഹം പെട്ടെന്ന് കയറി പറ്റി. ദുബായിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ നമ്മൾ റോഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വണ്ടി അവിടെ അറിയാമല്ലോ, അവിടെ ഇവിടത്തെ പോലെ പെട്ടെന്ന് കൈ കാണിച്ചിട്ട് ചവിട്ടാനൊന്നും പറ്റും. ആൾക്കാർ എത്രയോ കിലോമീറ്റർ പോയി വണ്ടി വളഞ്ഞ് വന്ന് അയ്യോ കൊച്ചുപ്രായം സാറല്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഒരിക്കൽ അവിടെയുള്ളൊരു മലയാളി സുഹൃത്ത് ഉച്ച മുതൽ സെറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ ഉച്ച മുതൽ ഇങ്ങനെ നിൽക്കുകയല്ലേ? അല്ല ഞങ്ങൾക്ക് വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞ ഉടനെ കൊച്ചുപ്രായം സാറിനെ ഒന്ന് കൊണ്ടുപോകണം, ദുബായിയൊക്കെ ഒന്നുകൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു. കൊച്ചുപ്രായം ചേട്ടനെ വിട്ടു. അപ്പോൾ ഞാൻ അവരോട് പ്രത്യേകം പറയണം, നാളെ രാവിലെ ഷാർപ്പ് 5 മണിക്ക് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ റാസൽ കൈമയിൽ പോവുകയാണ്. നാളത്തെ ഷൂട്ട് അവിടെയാണ്. അപ്പോൾ 5 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടില്ലെങ്കിൽ ട്രാഫിക്ക് ഭയങ്കര ബ്ലോക്കാണ്. ഞങ്ങൾ ഏറ്റു. ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. രാത്രി 2 മണിയായി, എത്തുന്നില്ല. 4-5 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ റാസൽ കൈമയിൽ വിട്ടു. അതും പ്രേമൻ ചേട്ടൻ്റെ ഷൂട്ടാണ്. എനിക്ക് ആകെ ടെൻഷനായി. പലരെയും ഫോൺ വിളിച്ചു, ആരെയും കിട്ടുന്നില്ല. അവസാനം പ്രേമൻ ചേട്ടൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു പ്രേമൻ ചേട്ടാ എന്നെ തീറ്റിച്ചല്ലേ, ഞാനാണ് പറഞ്ഞു വിട്ടത്. നാളെ രാവിലെ ഡയറക്ടർ എൻ്റെ അടുത്ത് ചോദിക്കും എവിടെ കൊച്ചു പ്രേമൻ? എടാ അതെ ഒരു ചെറിയ അബദ്ധം പറ്റി. ഞാൻ പറഞ്ഞു എന്താണ് സംഭവം? ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് നിന്നു, അപ്പോൾ അവിടെ ഒരു BMW കാറ് കിടക്കുന്നു. അന്ന് ഇവിടെ BMW ഇറങ്ങിയിട്ടില്ല. ഞാൻ ഈ കാറ് നോക്കി ഇങ്ങനെ നിന്ന് അപ്പോഴെനിക്ക് തോന്നി മുറുക്കാൻ കിട്ടുമോയെന്ന്. ഞാൻ പറഞ്ഞു ദുബായിൽ മുറുക്കാൻ. അല്ല എവിടെയെങ്കിലും കിട്ടുമായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നിന്ന സ്ഥലം അറിയാവോ? ആ BMW ആയിരുന്നു എൻ്റെ അടയാളം. ഞാൻ കുറച്ച് നടന്ന് കുറേ കടകൾ തപ്പി, പാകിസ്ഥാനികളുടെയൊക്കെ കുറേ കടമുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ മലയാളികളുടെ കടയാണ്. അവിടെയൊക്കെ വെച്ച് മുറുക്കാൻ ചോദിച്ചു, അവിടെ ഒന്നും ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു ലുലുവിൽ സെപ്പറേറ്റായിട്ട് കിട്ടും, വെറ്റില സെപ്പറേറ്റ് എല്ലാം, അങ്ങനെ പോയി വാങ്ങാൻ പറഞ്ഞു. തിരിച്ച് ഞാൻ വന്ന് നോക്കുന്നു BMW കാണുന്നില്ല. പുള്ളി വഴിതെറ്റി. ഈ അവിടെ ആക്കിയിട്ട് പോയ ആള് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ പ്രേമൻ ചേട്ടൻ അവിടെ ഇല്ല. അങ്ങനെ അവിടെ കംപ്ലീറ്റ്. അങ്ങനെ പ്രേമൻ ചേട്ടൻ ചോദിച്ച് അതെ മലയാളിയാണോ? അപ്പോൾ ഒരാൾ പറഞ്ഞു അതെ മലയാളിയാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടൽ അറിയാമോ? ചേട്ടൻ താമസിക്കുന്ന ഹോട്ടൽ നമുക്ക് അറിയില്ല. ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലം അറിയാമോ? ചേട്ടാ ഇത് UAE എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ഒരു കാര്യം ചെയ്യും, ചേട്ടൻ വണ്ടി കയറി. അങ്ങനെ ഇവർ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ട് കറങ്ങി മലയാളി അസോസിയേഷനൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങുകാർ താമസമുണ്ട് അവിടെ. അങ്ങനെയാണ് രാത്രി 2 മണിയായപ്പോൾ പുള്ളി എത്തിയത്. അങ്ങനെ ഒരുപാട് സിനിമയ്ക്ക് ഡബ് ചെയ്തിട്ടില്ല ഒരുപാട് പടത്തിൽ. പ്രേമൻ ചേട്ടൻ 1-2 ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചില ഹോസ്പിറ്റലൈസൊക്കെ ചെയ്ത സമയത്ത് വിളിച്ച് പറഞ്ഞിട്ട് ചില സീരിയലുകളും ചില ചെറിയ ഭാഗങ്ങളുമൊക്കെ അങ്ങനെ ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല അല്ലേ ഇല്ല ഒരിക്കലും അല്ല. നമ്മളത് ഇപ്പം ഈ നമ്മളെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും. എനിക്ക് വേറെ രസകരമായിട്ടുള്ള സംഭവം തോന്നിയത്, ഞാനും കൊച്ചുപ്രേമൻ ചേട്ടനും മദ്യപിക്കില്ല.
മദ്യപിക്കുമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് പ്രേമചേട്ടന് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ പ്രേമചേട്ടൻ മതിയിൽ ഞാനും മദ്യപാനമൊക്കെ നിർത്തി. ഞങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഒരു ബാറിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദൂരമായിട്ട് ഒരാളിരുന്ന് അറിയാം പ്രേമചേട്ടൻ. അപ്പോൾ പ്രേമചേട്ടൻ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പുള്ളി ശലം മദ്യപിച്ച്. അപ്പോൾ പ്രേമചേട്ടൻ നോക്കുമ്പോൾ അപ്പോൾ ഞാൻ പ്രേമചേട്ടനെ അറിയാമെന്ന് പറയുക. പുള്ളി കുറേ നേരമായി. പുള്ളി അറിയാമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് 2 എണ്ണം അടിച്ചു കഴിയുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകും. വീണ്ടും പുള്ളി പറയണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ പുള്ളി എണീറ്റ് ബില്ലൊക്കെ വന്നു, പൈസയൊക്കെ കൊടുത്തിട്ട് അറിയാം അടുത്ത് വന്ന് പ്രേമചേട്ടൻ നമസ്കാരം. എനിക്കറിയാം താങ്കളുടെ ഒരുപാട് പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പ്രേമചേട്ടൻ വലിയ സന്തോഷം. PC സോമനല്ലേ ഞങ്ങൾ പ്രേമചേട്ടന് ചുറ്റും ആൾക്കാരിരിക്കുകയല്ലേ. PC സോമനല്ലേ എന്ന് ചോദിച്ചു. ഞാനത് ഒരിക്കലും നമ്മൾ മറക്കാം. പ്രേമചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ വേറെ സംഭവം പറഞ്ഞാൽ കൊല്ലം തുളസി സാറും പ്രേമചേട്ടനും കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം കൊല്ലം തുളസി സാറ് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണ്, ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇവർ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിട്ട് മരുന്ന് വാങ്ങിക്കാൻ പോയി. മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇദ്ദേഹം ഗവൺമെൻറ് സെർവൻ്റ് ആയതുകൊണ്ട് റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട്, വാങ്ങിക്കുന്ന മരുന്നിൻ്റെ പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ പ്രേമചേട്ടൻ പറഞ്ഞ് സാറേ ആ ബില്ല് കറക്റ്റായിട്ട് പേരൊക്കെ നോക്കി എഴുതിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, റീഇംബേഴ്സ്മെൻറ്റ് കിട്ടൂല. കൊല്ലം തുളസി സാറ് പറഞ്ഞു എൻ്റെ പൊന്ന് പ്രേമ, കൊല്ലം തുളസി അറിയാത്ത ഏതെങ്കിലും ഒരു മലയാളി കേരളത്തിൽ കാണും. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പെൺകുട്ടി അവിടെ ഇരുന്ന പെൺകുട്ടി ബില്ല് അടിച്ച് കൊടുത്തു. അപ്പോൾ മരുന്നൊക്കെ വാങ്ങിച്ച് റബ്ബർ ഇട്ടിട്ട് മരുന്നിൻ്റെ മുകളിൽ റബ്ബറിൻ്റെ അകത്ത് ബില്ല് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഈ തുളസി സാറ് മുണ്ടെടുക്കാനായിട്ട് പ്രേമ ഈ മരുന്നൊന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് മരുന്ന് കൊടുത്തു. പ്രേമ സാർ കൊച്ചുറാഞ്ചേട്ടാ ഈ മരുന്ന് എടുത്ത് എൻ്റെ മുകളിലിരിക്കുന്ന ബില്ല് നോക്കിയപ്പോൾ പേഷ്യൻറ്റിൻ്റെ പേരിൻ്റെ അവിടെ TG രവി എന്ന്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പേര് കറക്റ്റായിട്ട്. അങ്ങനെ ഈ ചില ആൾക്കാർക്ക് ഇത് റിയലായിട്ട് സംഭവിക്കുന്ന കാര്യമുണ്ട്. പലരെയും തിരിഞ്ഞു പോകും പേര് അങ്ങോട്ട് TG രവി അത് വിചാരിച്ച്. ഒരുപാട് ഇത് നമ്മൾ ഓർത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രേമചേട്ടൻ്റെ ഇഷ്ടം പോലെ കല്യാണം കഴിച്ച ഇടയ്ക്ക് അപ്പം സ്ഥിരം നാടകത്തിന് ആറ്റിങ്ങൽ വന്നിറങ്ങും. മറ്റന്നാളെ നാടകങ്ങൾ. അപ്പോൾ ഗിരിജ ചേച്ചി ആർട്ടിസ്റ്റാണ്, നാടക ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇവർ ആറ്റിങ്ങലിൽ നിന്ന് വണ്ടി കയറി തമ്പാനൂർ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ചില ബസ് നെയ്യാറ്റിങ്കര ഡിപ്പോയിൽ പോകണമായിരിക്കും. തമ്പാനൂർ ഇറങ്ങി ആളിനെ ഇറങ്ങിയിട്ട് ഇത് നേരെ നെയ്യാറ്റിങ്കര പോകും. കൊച്ചു പ്രേമചേട്ടൻ പിന്നെ തമ്പാനൂർ അങ്ങ് ഇറങ്ങി. ഗിരിജ ചേച്ചിക്ക് അറിഞ്ഞുകൂടാ, അവർ പുനലൂരുകാരിയാണ്. അവർ നെയ്യാറ്റിങ്കര വരെ പോയി. പ്രേമചേട്ടൻ ഇവിടെ ഇറങ്ങിയിട്ട് വലിയുള്ള ബസ്സിൽ കയറി വീട്ടിൽ പോയി. കല്യാണം കഴിച്ചതും ഭാര്യ കൂടെ ഉണ്ടെന്നുള്ള കാര്യം വീട്ടിൽ ചെന്ന് നോക്കിയപ്പം ചേച്ചിയെ കണ്ടില്ല. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ ഒരു ഇത്തിരി ചെറിയ പ്രായത്തിൽ ഒരു കൂട്ടുകാരനെ നാട് വിട്ട് പോടാ, ഒരു പെണ്ണിന് പ്രേമലേഖനം കൊടുത്തു, വീട്ടിൽ പിടിച്ചു, ഭയങ്കര പ്രശ്നമായി. അപ്പോൾ അച്ഛൻ വൈകുന്നേരം വരും. അച്ഛൻ വരുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കും, അച്ഛൻ തല്ലും. അതിനു മുമ്പ് നമുക്ക് നാട് വിടണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിൻ്റെ മോനെ കൂടെ കൂട്ടുപിടിച്ച് നാട് വിട്ടു. ഒരു 1.5 കിലോമീറ്റർ പോയില്ല, നാട് വിടാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഒരു LP സ്കൂള് നേരെ ഇരുട്ടിയപ്പോൾ പുള്ളി ഇവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ കിടന്നിട്ട് നേരം വെളുക്കുമ്പോൾ നാട് വിടാം എന്ന് പറഞ്ഞു. ആ സ്കൂളിനകത്ത് കയറി 2 ബെഞ്ചൊക്കെ ചേർത്തിട്ട് കൊച്ചുപ്രായം ചേട്ടനും കൂട്ടുകാരനും കൂടെ കിടന്നുറങ്ങുകയാണ്. രാവിലെ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും വിടണം. പാതിരാത്രി ഒരു വെളുപ്പാങ്കാലം ഒരു 3 മണിയൊക്കെ ആയപ്പം ആ സ്കൂളിൽ നിന്ന് ഒരു കൊച്ചിൻ്റെ നിലവിളി കേട്ട് അവിടെ ഉള്ളവരെല്ലാവരും കൂടെ സ്കൂളിൽ ഓടിക്കൂടി. അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞ ആൾ, ആ പയ്യൻ, മെമ്പറിൻ്റെ മോൻ, ആ പയ്യൻ നിന്ന് നിലവിളിക്കുക. സംഭവം എന്താണ്, ഇവനെ നിർബന്ധിച്ച് നാട് വിടാൻ വിളിച്ചോണ്ട് വന്നിട്ട് രാത്രി 12 മണിയായപ്പോൾ ഇവ ഉറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി കഴിച്ച് കിട്ടിപ്പോ. അങ്ങനെ പ്രേമചേട്ടന്റെ കോമഡികളെന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിലുള്ള സംഭവം. ഇതൊന്നും അല്ല, നിഷ്കളങ്കപൂർവ്വം ചെയ്യുന്ന പണിയായത്. ഇഷ്ടം പോലെ. പക്ഷെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പുസ്തകം എഴുതണമെന്നും
ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് കഥയെങ്കിലും എഴുതണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.